നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാത്തിരിക്കുകയാണ് കേരളം. മുന്നണികളുടെ ഉത്കണ്ഠ ഇതോടെ കൂടും. വരും ദിവസത്തെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം ഈ എക്സിറ്റ് പോൾ ഫലം കേന്ദ്രീകരിച്ചാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തുവന്നത് ഒരു ഏപ്രിൽ 29 തന്നെയാണ്. ദേശീയ ചാനലുകളുടെയും ഏജൻസികളുടെയും എക്സിറ്റ് പോളുകളിൽ ഏറിയ പങ്കും പ്രവചിച്ചത് LDF തുടർ ഭരണമാണ്. ഫലം വന്നപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതുപോലെ ഇത്തവണയും എക്സിറ്റ് പോൾ ഫലം എന്തായിരിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം. സർവേ ഫലങ്ങളെക്കാൾ എക്സിറ്റ് പോളുകൾക്ക് വിശ്വാസ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തുവരുന്ന ഫലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ആകാംക്ഷയുണ്ട്. 2021 11 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 6 LDFന് അനുകൂലമായിരുന്നു. 84, 92, 104, 120, 93, 111, 72, 79, 72, 80, 71, 77 ഇങ്ങനെയായിരുന്നു ആ പ്രവചനങ്ങൾ. വോട്ടെണ്ണിയപ്പോൾ 99 സീറ്റുമായി LDF അധികാരത്തിൽ വന്നു. 11-ൽ ഒരു എക്സിറ്റ് പോളിൽ മാത്രമാണ് UDF മുന്നിലെത്തിയത്. ബാക്കി 4 പ്രവചിച്ചത് ഒപ്പത്തിനൊപ്പമുള്ള മത്സരവും അതിൽ നേരിയ വിജയവുമായിരുന്നു. എന്നാൽ NDA സംബന്ധിച്ച് പലപ്പോഴും കണക്കുകൂട്ടലുകൾ തെറ്റുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. 4 എക്സിറ്റ് പോളുകൾ സാധ്യത പ്രവചിച്ചതൊഴിച്ചാൽ NDAക്ക് ഉറപ്പായും സീറ്റ് ലഭിക്കും എന്ന സാധ്യതയാണ് മറ്റുള്ള എക്സിറ്റ് പോളുകളിലും ഉണ്ടായിരുന്നു. ഒരു എക്സിറ്റ് പോൾ NDAക്ക് 2 മുതൽ 7 വരെ സീറ്റ് പ്രവചിച്ചു. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ 2016 തുറന്ന അക്കൗണ്ട് BJPക്ക് വോട്ടേണ്ടി വന്നു. ഇത്തവണ വോട്ടെടുപ്പിന് മുൻപ് പുറത്തു വന്ന സർവേ ഫലങ്ങൾ സമ്മിശ്രമായിരുന്നു. LDFനും UDFനും ഒരുപോലെ സാധ്യത പറയുന്നുണ്ട്. ചിലതിൽ ഒപ്പത്തിനൊപ്പമുള്ള മത്സരവും പ്രവചിക്കപ്പെട്ടു. സർവേകൾ ആർക്കും വ്യക്തമായ സാധ്യത നൽകാത്ത ഒരു സാഹചര്യവും എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് ആകാംക്ഷ കൂട്ടുന്നു, പ്രാധാന്യവും കൂട്ടുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളോടെ കടന്നുകൂടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF. ഭേദപ്പെട്ട വിജയം തൊട്ടടുത്തെത്തിയെന്ന ആത്മവിശ്വാസം UDFനുമുണ്ട്. ഏതാനും സീറ്റുകൾ ലഭിക്കും എന്ന് BJPയും ഉറച്ച് വിശ്വസിക്കുന്നു. 3 കൂട്ടരും പങ്കുവയ്ക്കുന്ന കണക്കുകളെ എക്സിറ്റ് പോളുകൾ സാധൂകരിക്കുമോ എന്നാണ് ഇന്ന് അറിയുക. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം ഇന്ന് നടക്കാനിരിക്കെ സംസ്ഥാനത്ത് NIAയെ വിന്യസിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അസാധാരണമായ ഒരു നടപടിയാണിത്. ബോംബ് ഭീഷണികൾ നേരിടുക എന്നതാണ് കമ്മീഷന്റെ ഈ അസാധാരണ നടപടിക്ക് പിന്നിൽ ഉള്ളത്. വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻതോതിൽ നാടൻ ബോംബുകൾ പിടിച്ചെടുത്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ ആകാംക്ഷ നിറഞ്ഞ ദിവസങ്ങളാണ്. മെയ് 4 അധികം ദിവസങ്ങളില്ല. അതുകൊണ്ട് തന്നെ മെയ് 4 എത്താൻ കണക്കുകൂട്ടി വിരലെണ്ണി കാത്തിരിക്കുന്ന ഒരുപാട് പേർ കേരള സമൂഹത്തിലുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വരുന്ന ഫലങ്ങൾ ഇതെല്ലാം ആകാംക്ഷ ജനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനുശേഷം വരുന്ന ഭരണം ആർക്കായിരിക്കും എന്നുള്ളതും ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ്. ഇവരൊക്കെ എങ്ങനെ ഭരിക്കും എന്നുള്ളതാണ് അതിലേറെ ആകാംക്ഷ ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.